പത്തനംതിട്ട അടൂരിൽ കിടപ്പു രോഗിയുടെ ആത്മഹത്യയിൽ ആരോപണവുമായി കുടുംബം. നെല്ലിമുകൾ സ്വദേശി യശോധരന്റെ ആത്മഹത്യ അടൂർ കാർഷിക വികസന ബാങ്കിന്റെ ജപ്തി ഭീഷണി മൂലമെന്ന് ഭാര്യ ഉഷാകുമാരി. UDF ഭരണസമിതി മാനുഷിക പരിഗണന പോലും കാട്ടിയില്ലെന്ന് CPIM പ്രാദേശിക നേതൃത്വം ആരോപിച്ചു. 6 വർഷത്തിലധികമായി കിടപ്പുരോഗിയായിരുന്നു മരിച്ച യശോധരൻ. അടൂർ കാർഷിക വികസന ബാങ്കിൽ നിന്നാണ് ഭാര്യ ഉഷാകുമാരി ഭവന വായ്പ എടുത്തിരുന്നത്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്ക് ജപ്തി ഭീഷണി മുഴക്കിയെന്ന ഭാര്യ ഉഷാകുമാരി. ബാങ്കിന്റെ ജപ്തി നടപടി തന്നെയാണ് ആത്മഹത്യക്ക് പിന്നിലെന്നും ഉഷാകുമാരി ആരോപിച്ചു. ഈ 25-ാം തീയതി മുതലും പലിശയും അടച്ചില്ലെങ്കിൽ ഇവിടെ ബോർഡ് കൊണ്ടുവെക്കും, പലിശ ഇതാവുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്കിതിനകത്ത് മരിക്കാൻ പറ്റത്തില്ലയോ എന്ന് ചോദിച്ചു എൻ്റെ ഭർത്താവ്. കിടപ്പുരോഗി എന്ന പരിഗണന പോലും ബാങ്ക് നൽകിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. കിടപ്പ് രോഗിയുടെ കാര്യമൊന്നും അവർക്കറിയണ്ട. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്നെ അവിടെ നിന്നുകൊണ്ട് വിളിക്കും, ഇങ്ങോട്ട് വന്നാട്ടെന്ന് ഭർത്താവ് വിളിക്കും. അപ്പോൾ അവർ പറയുന്നത് ഇതൊന്നും ഞങ്ങൾക്കൊരു ഓപ്ഷനുമല്ല, ഞങ്ങൾക്കിതൊന്നും കേട്ടിട്ട് കാര്യമില്ല, നിങ്ങളെടുത്ത പൈസ എത്രയും പെട്ടെന്ന് പലിശ കൂട്ടി അടയ്ക്കണം, അതാണ് നിയമം. മാനുഷിക പരിഗണന നൽകാതെ UDF ഭരണസമിതിയുടെ ജപ്തി നടപടി ശരിയല്ലെന്ന് CPM ഏരിയ സെക്രട്ടറി S. മനോജ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ വ്യക്തമായി ആരോപിച്ചിരിക്കുന്നത് ഈ ബാങ്കിന്റെ ജപ്തി നടപടിയുടെ ഭാഗമായി യശോധരൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. 7 വർഷമായി തളർന്നു കിടക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്ഷൻസ് ബാങ്കിന് മുമ്പിലുണ്ടായിരുന്നു. അടൂർ ഭൂഗണ ബാങ്കിനെ സംബന്ധിച്ച് നിരവധി ആരോപണങ്ങൾ ഇത്തരത്തിൽ വരുന്നുണ്ട്. അതിനകത്ത് ആ ഭരണസമിതി വളരെ ഗൗരവമായി ഈ കാര്യം പരിശോധിക്കേണ്ടതാണ്. അത്രയും തളർന്നു കിടക്കുന്ന ഒരാളുടെ ഗവൺമെന്റിലോ സർക്കാരിലോ ഒക്കെ ബന്ധപ്പെട്ട് അതിന് വേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഒരു തളർന്നു കിടക്കുന്ന മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. 7 ലക്ഷം രൂപയാണ് യശോധരന്റെ കുടുംബം വായ്പയായി എടുത്തിരുന്നത്. 2 ലക്ഷം രൂപ തിരിച്ചടച്ചുവെന്നും കുടുംബം പറയുന്നു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.